പറഞ്ഞതുപോലെ ഇതൊരു എന്തോ ഒരു അസുഖമാണ്, മനസ്സിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുൻപ് ഡോക്ടറെ കാണിച്ചാൽ ഇത് മാറും, കല്യാണം കഴിപ്പിച്ചാൽ ഇത് മാറും എന്നൊക്കെ ആ രീതിയിലൊക്കെ ചർച്ചകൾ നടന്നിരുന്നു. ആ രീതിയിലൊക്കെ ജീവിതങ്ങൾ നമ്മൾ കണ്ടതുമാണ്. ഒരുപാട് ജീവിതങ്ങൾ അങ്ങനെ ഇല്ലാതായി പോയിട്ടുമുണ്ട്. ഈ താങ്കളുടെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ എത്താറുണ്ടല്ലോ. ഇപ്പോൾ അതിൻ്റെയൊക്കെ ആ മാറ്റം അത് ഏറ്റവും കൂടുതൽ പ്രകടമായി അറിയുന്നത് താങ്കളെപ്പോലെയുള്ളവർക്കായിരിക്കുമല്ലോ. അതേക്കുറിച്ചൊന്ന് വിശദമായി സംസാരിക്കാം. അശ്വതി, ആദ്യം തന്നെ പറയട്ടെ, ഈ ഇങ്ങനെ മാറ്റുക, അവരെ കല്യാണം കഴിപ്പിക്കുക, അല്ലെങ്കിൽ അതിന് നമ്മൾ സൈക്കോളജിയിൽ കൺവേർഷൻ തെറപ്പി എന്നാണ് പറയുന്നത്. അത് ഇന്ത്യയിൽ നിയമവിരുദ്ധമായ കാര്യമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് പലയിടത്തും നിയമവിരുദ്ധമാണ്. അത് ഒട്ടും ശാസ്ത്രീയമല്ലാത്ത കാര്യമാണ്. അപ്പം പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോഴും പൊതുമേഖലയില് അല്ലെങ്കിൽ മാധ്യമ രംഗത്തും മറ്റുള്ള കമന്റ് സെക്ഷനുകളിലും ഒക്കെ ഇതിങ്ങനെ മെയിൻ ആയിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാല്, വളരെ കൃത്യമായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു പ്രകടമായ ഒരു മനുഷ്യവിരുദ്ധതയുണ്ട്. ഇപ്പം നിങ്ങളുടെ ചർച്ചയുടെ ടോപ്പിക് ഉണ്ടല്ലോ, ആരെയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തതെന്ന് ചോദിച്ചാല് മനുഷ്യത്വ വിരുദ്ധതയാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തത്. അപ്പം ഇവര് നോർമലൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ, ഇവർ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്, ഇപ്പം നേരത്തെ ഉനൈസ് സൂചിപ്പിച്ചു, 1980-കളില് ഒരു രോഗം പോലെയാണ് തെറ്റിദ്ധരിച്ചിരുന്നത്. അത് കുറച്ചും കൂടെ ശാസ്ത്രം വളർന്നപ്പോ ആളുകളുടെ, ആക്ടിവിസ്റ്റുകളുടെയും സോഷ്യോളജിസ്റ്റുകളുടെയും സൈക്കാട്രിസ്റ്റുകളുടെയും ഇതുപോലെ മേഖലയിലെ വിദഗ്ധരുടെയും ഒക്കെ അഭിപ്രായം ഒരുമിച്ച് ചേർക്കുകയും അവര് ഓക്കെ അല്ല, ഇതൊരു രോഗമല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു. അപ്പോ പൊതുവെ ഈ ലോകത്ത് രണ്ട് രീതിയിലാണ് മാനസിക രോഗങ്ങളെ മൊത്തത്തിൽ നമ്മളിങ്ങനെ ഇത് മാനസിക രോഗമാണെന്ന് തീരുമാനിക്കുന്നത്. അതിലൊന്ന് ICD, ഉനൈസ് പറഞ്ഞ പോലെ ലോകാരോഗ്യ സംഘടനയാണ് ICD-യിലാണ്, ഈ ഡയഗ്നോസ്റ്റിക് മാനുവൽ ആണ്. രണ്ടാമതുള്ളത് DSM എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ ഒരു പുസ്തകമാണ്. ഈ ലോകത്ത് ഈ രണ്ട് പുസ്തകങ്ങളിലാണ് ഇപ്പോൾ ഉള്ള എന്ത് മാനസിക രോഗവും അതിൽ വെച്ചിട്ടാണ് ഞങ്ങള് പോലെയുള്ള മാനസിക രോഗ വിദഗ്ധർ ഇത് രോഗമാണെന്ന് പറയുന്നത്. ഇതിൽ രണ്ടിലും എത്രയോ പതിറ്റാണ്ടുകളായി ഇതൊരു രോഗമല്ല, രോഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെയും ഇത് എന്തുകൊണ്ടാണ് ഇതിനെ രോഗമായി വ്യാഖ്യാനിക്കപ്പെടാൻ പലരും ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവരതിനെ മനുഷ്യത്വ വിരുദ്ധതയെ ഒളിച്ചു കടത്തലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം.